മസാല ബോണ്ട് കേസിലെ ഇഡി നടപടിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈക്കോടതിയിൽ ഫെമ നടപടികൾ തടയണമെന്ന ആവശ്യവുമായാണ് കിഫ്ബി ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി ഹൈക്കോടതിയെ സമീപിച്ചത്. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, എന്താണ് വിശദാംശം? ദിവിഷ, നേരത്തെ കിഫ്ബി ആയിരുന്നു ഈ മസാല ബോണ്ടിലെ ഇഡി നടപടികൾ തടയണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ വരികയും ഹൈക്കോടതി ഒരു 3 മാസത്തെ സ്റ്റേ അതിന് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെ ഇന്ന് ഉച്ചയോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ ആ സ്റ്റേ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. അപ്പോൾ അവരെടുത്ത ഒരു പ്രധാനപ്പെട്ട വാദം എന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇത് ചോദ്യം ചെയ്ത് ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു പൂർണ്ണ സ്റ്റേ വരുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരായ നടപടികളാണ് റദ്ദാക്കപ്പെടുന്നത് എന്നതായിരുന്നു അവരുടെ ആരോപണം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും കിഫ്ബി സിഇഒ KM എബ്രഹാമും ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. കിഫ്ബി എന്താണോ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ, അതേ വാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രിയും കിഫ്ബി സിഇഒയും ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഫെമ നിയമലംഘനത്തിനെതിരെ ഇഡി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്മേൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നൽകിയിരിക്കുന്ന കാരണം കാണിക്കൽ നോട്ടീസും അതിന്റെ തുടർ നടപടികളും റദ്ദാക്കണമെന്നതാണ് അവരുടെ ആവശ്യം. എന്തായാലും ആ ഹർജി സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ സിംഗിൾ ബെഞ്ച് നേരത്തെ സ്റ്റേ നൽകിയ ഉത്തരവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുകയാണ്. അപ്പീലും ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തും. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് 2 ഹർജികളിലെ നിയമ നടപടികളായിരിക്കും. ഒന്ന് സിംഗിൾ ബെഞ്ചിലും മറ്റൊന്ന് ഡിവിഷൻ ബെഞ്ചിലുമായിട്ടായിരിക്കും നടക്കുക. എന്തായാലും മുഖ്യമന്ത്രി നേരിട്ട് കിഫ്ബി ചെയർമാൻ എന്ന നിലയിൽ ഈ ഫെമ നിയമലംഘനം ചോദ്യം ചെയ്തുള്ള ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബിനിലാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്.